ഹായ് വ്യൂവേഴ്സ്, അരീക്കോട് ITIയിലെ ഫിറ്റർ ട്രേഡിലെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ഇൻട്രൊഡക്ഷൻ ടു ITI. എൻ്റെ പേര് രാധാകൃഷ്ണൻ. അരീക്കോട് ITIയിലെ ഫിറ്റർ ട്രേഡിലെ സീനിയർ ഇൻസ്ട്രക്ടറാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇൻട്രൊഡക്ഷൻ ടു ITI. നമുക്കറിയാം, ഈ രാജ്യത്തെ എല്ലാ ITIകളും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ദ ക്രാഫ്റ്റ്സ്മാൻ ട്രെയിനിങ് സ്കീം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻ 1950. ഇന്ത്യ ഗവൺമെൻറ് 1950-ലാണ് CTS അഥവാ ക്രാഫ്റ്റ്സ്മാൻ ട്രെയിനിങ് സ്കീം ഇന്ത്യയിൽ ആരംഭിച്ചത്. ഈ ക്രാഫ്റ്റ്സ്മാൻ ട്രെയിനിങ് സ്കീമിൻ്റെ ഉൾപ്പെട്ടതാണ് നമ്മളെ നാട്ടിലെ രാജ്യത്തെ എല്ലാ ITIകളും ഈ സ്കീമിൽ ഉൾപ്പെടുത്തിയാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ദിസ് ഈസ് ടു എൻഷുർ എ സ്റ്റഡി ഫ്ലോ ഓഫ് സ്കിൽ വർക്കേഴ്സ് ഇൻ ഡിഫറെൻറ്റ് ട്രേഡ്സ് ഫോർ ദി ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ്. ക്രാഫ്റ്റ്സ്മാൻ ട്രെയിനിങ് സ്കീമിൻ്റെ പ്രധാന ലക്ഷ്യം രാജ്യത്തെ വ്യവസായശാലകൾക്ക് വിവിധ ട്രേഡുകളിൽ വിദഗ്ധരായ തൊഴിലാളികളെ സംഭാവന ചെയ്യുക എന്നുള്ളതാണ്. ദിസ് ടു റൈസ് ക്വാണ്ടിറ്റേറ്റീവ്ലി ആൻഡ് ക്വാളിറ്റേറ്റീവ്ലി ദ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ബൈ സിസ്റ്റമാറ്റിക് ട്രെയിനിങ്. അതുപോലെ സിസ്റ്റമാറ്റിക് ആയ ട്രെയിനിങ്ങിലൂടെ വ്യവസായ ഉൽപ്പാദനത്തിൻ്റെ അളവും ഗുണനിലവാരവും ഉയർത്തുന്നതിനും CTS ട്രെയിനിങ് സ്കീം നമ്മളെ സഹായിക്കുന്നു. ടു റെഡ്യൂസ് ദ അൺഎംപ്ലോയ്മെൻറ്റ് എമംഗ് ദ എഡ്യൂക്കേറ്റഡ്. അതുപോലെ വിദ്യാഭ്യാസമുള്ളവരുടെ ഇടയിലുള്ള തൊഴിലില്ലായ്മ കുറയ്ക്കാനും CTS ട്രെയിനിങ് സ്കീം നമ്മെ സഹായിക്കുന്നു. അടുത്തതായി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ട്രെയിനിങ് DGTയെ കുറിച്ച് നമുക്ക് പഠിക്കാം. നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള തൊഴിൽ മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് DGT പ്രവർത്തിക്കുന്നത്. ഈ DGT ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ട്രെയിനിങ് അല്ലെങ്കിൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് എന്ന രൂപത്തിലും നമ്മൾ അറിയപ്പെടുന്നു. DGT ഈസ് ദി അപ്പെക്സ് ഓർഗനൈസേഷൻ അണ്ടർ മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻ്റർപ്രണർഷിപ്പ് ഫോർ ഡെവലപ്മെൻറ്റ് ആൻഡ് കോർഡിനേഷൻ ഓഫ് വൊക്കേഷണൽ ട്രെയിനിങ് for the unemployable youth and provide skilled manpower to the economy. ഈ DGT വൊക്കേഷണൽ ട്രെയിനിങ്ങിൻ്റെ വികാസത്തിന് വേണ്ടി നിലകൊള്ളുന്നു. എന്താണ് വൊക്കേഷണൽ ട്രെയിനിങ് എന്ന് നമുക്ക് പഠിക്കാം. ഒരു വ്യക്തിയെ തൊഴിൽ പഠിപ്പിച്ച് നല്ല ഒരു ടെക്നീഷ്യൻ ആക്കി മാറ്റുന്നതിന് സഹായിക്കുന്ന പരിശീലനത്തിലാണ് വൊക്കേഷണൽ ട്രെയിനിങ് എന്ന് പറയുന്നത്. തൊഴിലില്ലാത്ത യുവാക്കൾക്ക് തൊഴിൽ നൽകാനും നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വിദഗ്ധരായ തൊഴിലാളികളെ സംഭാവന ചെയ്യാനുമാണ് DGT സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. DGT affiliated institutions offers a wide range of training courses to the needs of different segments in the labor market. DGTയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള വിവിധ സ്ഥാപനങ്ങളിൽ നമ്മുടെ തൊഴിൽ മാർക്കറ്റിലേക്ക് വിവിധ വിഭാഗങ്ങളിൽ ധാരാളം പരിശീലന കോഴ്സുകൾ നടത്തപ്പെടുന്നുണ്ട്. ഇപ്പോൾ DGTയുടെ കീഴിൽ ധാരാളം സ്ഥാപനങ്ങളുണ്ട്. ഇതിൽ പലതരത്തിലുള്ള പരിശീലന കോഴ്സുകൾ DGT നടത്തുന്നുണ്ട്. DGT acts as a secretariat and implementing arm of National Council for Vocational Training. നമുക്കറിയാം, ITI വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് NCVT സർട്ടിഫിക്കറ്റാണ് ലഭിക്കുന്നത്. ഏതാണ് NCVTൻ്റെ ഫുൾ ഫോം? എന്താണ്? നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ്. ഈ നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് അഥവാ NCVT വിഭാവനം ചെയ്തിട്ടുള്ള ട്രെയിനിങ് സംബന്ധമായ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് DGT ആണ്.
ഇനി DGUTയുടെ കീഴിലുള്ള തൊഴിൽ ട്രെയിനിങ് സ്ഥാപനങ്ങളെ നമുക്ക് പരിചയപ്പെടാം. DGUTയുടെ കീഴിൽ ധാരാളം സ്ഥാപനങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമാണ് നമ്മുടെ ITI. അബൌട്ട് 30,350 ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ITI. നമ്മുടെ രാജ്യത്ത് ഏകദേശം 13,350 ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നു. ഇത് കുറച്ച് പഴയ കണക്കാണ്. ഇപ്പോൾ ഏകദേശം 14,000-ന് മുകളിൽ ITIകൾ നമ്മുടെ രാജ്യത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുപോലെ 31 സെൻട്രൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. നമ്മുടെ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലെ എല്ലാ ITIകളും എന്താണ്, കേന്ദ്ര ഗവൺമെൻറ് കീഴിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഭരണവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നത് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റാണ്. എന്നാൽ സെൻട്രൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് നേരിട്ട് നടത്തുന്ന സ്ഥാപനങ്ങളാണ് CTI അഥവാ സെൻട്രൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത് രാജ്യത്തെ പല ഭാഗങ്ങളിലായിട്ട് 31 ഉണ്ട്. നമ്മുടെ നാട്ടിൽ കോഴിക്കോട് CTI ഉണ്ട്, അതുപോലെ ചെന്നൈയിൽ, ബാംഗ്ലൂരൊക്കെ CTI സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുപോലെ NVTI ഫോർ വുമൺ, നാഷണൽ വൊക്കേഷണൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വുമൺ, പെൺകുട്ടികൾക്ക് മാത്രമായി നടത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണിത്. അതുപോലെ സെൻട്രൽ സ്റ്റാഫ് ട്രെയിനിങ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. നമ്മുടെ രാജ്യത്തുള്ള ITIക്ക് ആവശ്യമായ സിലബസ് പരിഷ്കരിക്കുക, അതുപോലെ ഇതിലെ സ്റ്റാഫുകൾക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് നൽകുക, ഇതിലുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക, ഇത്ര കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ച് ഇന്ത്യ ഗവൺമെൻറ് സ്ഥാപിക്കപ്പെട്ടുള്ള ഒരു സ്ഥാപനമാണ് സെൻട്രൽ സ്റ്റാഫ് ട്രെയിനിങ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത് കൽക്കട്ടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ഷോർട്ട് ഫോമായിട്ട് CSTARI എന്നുള്ള പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. നാഷണൽ ഇൻസ്ട്രക്ഷൻ മീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ട്, NIMI. നമ്മുടെ ആവശ്യമായ സിലബസ് ഉണ്ടാക്കുക, അതുപോലെ സിലബസ് പരിഷ്കരിക്കുക, അതുപോലെ ആവശ്യമായ ട്രെയിനിങ് മെറ്റീരിയൽസ് ലഭ്യമാക്കുക, ടെക്സ്റ്റ് ബുക്കുകൾ, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ലഭ്യമാക്കുന്നത് NIMIയാണ്. NIMIയുടെ ആസ്ഥാനം ചെന്നൈയാണ്. ഈ NIMI ഒരു DGUTയുടെ സബ് നോഡൽ ഓഫീസായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് DGUTയായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. DGUT അപ്പെക്സ് ഓർഗനൈസേഷനാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ.